ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്യൂൺസ് ഓഫ് ലൈഫ്. ട്യൂൺസ് ഓഫ് ലൈഫിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്നേഹസ്വാഗതം. ഇതുവരെ നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും വീണ്ടും സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ നേരെ ഇന്നത്തെ വ്ളോഗിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് പെഴ്സി ബിഷ് ഷെല്ലി എന്ന് പറയുന്ന ഇംഗ്ലീഷ് കവികളിൽ പ്രമുഖനായ ഒരു കവിയുടെ ഒരു കവിതയുടെ ചെറിയൊരു എക്സ്പ്ലനേഷനാണ്. അത് നമ്മുടെ ലൈഫുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരു കവിതയായതുകൊണ്ടാണ് ഞാൻ അതിനൊരു എക്സ്പ്ലനേഷനുമായി വന്നത് കേട്ടോ. ഇനി എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലുള്ള കുട്ടികൾക്കും ഇത് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ആപ്റ്റായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഇതല്ല. അതാണെങ്കിൽ സ്റ്റാൻസ ബൈ സ്റ്റാൻസ എക്സ്പ്ലനേഷൻ ആയിരിക്കണം. ഞാൻ പറയുന്നത് ഇതിൻ്റെ ഒരു ജസ്റ്റ് സമ്മറി മാത്രമാണ്. പക്ഷേ ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഇത് ഒരു ഇൻസ്പിറേഷൻ ആവുമെങ്കിൽ ആകട്ടെ, അതിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും എനിക്ക് വീഡിയോസിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും ഞാൻ അതിന് ശ്രമിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വ്ളോഗിലേക്ക് പോകാം. പെഴ്സി ബിഷ് ഷെല്ലി എന്ന് പറയുന്നത് യൂറോപ്യൻ അതായത് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റിയുള്ള ഒരു കവിയാണ്. അദ്ദേഹത്തിൻ്റെ ജനനം ഇംഗ്ലണ്ടിലെ സസെക്സ് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. പിന്നെ അദ്ദേഹം എന്ന് പറയുന്നത് റൊമാൻറ്റിക് പീരീഡിൽ ജീവിച്ചിരുന്ന, കാൽപ്പനിക യുഗത്തിൽ ജീവിച്ചിരുന്ന ഒരു കവിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണാനന്തരമാണ് അദ്ദേഹം ഫേമസ് ആയത്. അപ്പോൾ നമുക്ക് ഇത്രയും ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. കൂടുതൽ ഡീപ്പ് അതിലേക്ക് പോകുന്നില്ല. നമ്മുടെ വ്ളോഗ് വളരെ നീണ്ട വ്ളോഗായി പോകും. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കവിത ഓഡ് ടു എ വെസ്റ്റ് വിൻഡ്, പടിഞ്ഞാറൻ കാറ്റിന് ഒരു ഭാവഗാനം അല്ലെങ്കിൽ ഭാവഗീതം എന്നാണ് ഈ കവിതയുടെ പേര്. ഇത് നമ്മുടെ ലൈഫുമായി വളരെ ആപ്ലിക്കബിൾ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കൊണ്ട് മാത്രം ഞാനിത് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. അപ്പോൾ ഓടെന്ന് പറയുന്ന കവി, അത് ചുരുക്കി ഞാൻ പറയാം. ഓടെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു സംഭവത്തിനെയോ ഒരു പ്ലേസിനെയോ കുറിച്ച് ഒരു കവിക്ക് തോന്നുന്ന ഫീലിങ്സ് എഴുതുന്നത്. അതായത് നമ്മുടെ ഫീലിങ്സ് ഒരു ആൻ ഇവൻറ്റ്, എ പേഴ്സൺ ഓർ എ പ്ലേസ്, വാട്ട് എവർ ഇറ്റ് ഈസ്, ദാറ്റ് ഈസ് കോൾഡ് ആൻ ഓഡ്. അതായത് നമ്മുടെ ഒരു കാഴ്ച കണ്ടതിൻ്റെ പിന്നിലോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു സംഭവത്തിനെക്കുറിച്ചോ ഒരു സ്ഥലത്തിനെക്കുറിച്ചോ നമ്മുടെ മനസ്സിലുള്ള ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്ന കവിതകളാണ് ഓഡ് എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നത്. അതായത് ഭാവഗാനം എന്ന് ചുരുക്കം പറയും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കവിതയാണിത്, ഓഡ് ടു എ വെസ്റ്റ് വിൻഡ്. കവിക്ക് വെസ്റ്റ് വിൻഡിനോട് തോന്നിയ ഫീലിങ്സ് അതാണ് ഇതിനകത്ത് എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻ സിമ്പിൾ. അപ്പോൾ നമുക്ക് നേരെ ഇതിലേക്ക് പോകാം. കവി ആദ്യം പറയുന്നു, ഈ ഓട്ടം സീസണിലൊക്കെ പൊഴിഞ്ഞു വീണ ഇലകളും അതുപോലെ തന്നെ വിത്തുകളും ഒക്കെ ഉണ്ടല്ലോ, അതിൽ ഈ വെസ്റ്റ് വിൻഡാണ് എന്താണ് ചെയ്യുന്നത്. വെസ്റ്റ് വിൻഡ് വരുമ്പോഴാണ് ഈ കൊഴിഞ്ഞു വീണ ഇലകളും പിന്നെ ഈ വിത്തുകളുമൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ കൊഴിഞ്ഞു വീണ ഇലകളെയൊക്കെ കൊണ്ടുപോയി ഡീക്കേ ചെയ്യുന്ന സ്ഥലത്തേക്ക് വെസ്റ്റ് വിൻഡ് മാറ്റുന്നു. അതേസമയം ഇവിടെ വീണ് കിടക്കുന്ന വിത്തുകളെയും പൂക്കളെയും ഒക്കെ കൊണ്ടുപോയി മറ്റൊരു സ്ഥലത്തേക്ക് പുനർജീവൻ നൽകുന്നു. മറ്റൊരു സ്ഥലത്ത് പോയി വിത്തുകളെല്ലാം മരങ്ങളായി പുനർജനിക്കുന്നു അല്ലേ. അപ്പോൾ അങ്ങനെയാണ് കവിത. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ പണ്ട്, പോളിനേഷൻ വിൻഡ് വഴിയാണ് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ പ്രക്രിയ, അതായത് ഒരേ സമയം തന്നെ പ്രിസർവറിൻ്റെ ജോലിയും അതുപോലെ തന്നെ ഡിസ്ട്രക്ടർ, എങ്ങനെയാണ് ഈ കൊഴിഞ്ഞ ഇലകളെയൊക്കെ കൊണ്ടുപോയി ഡിസ്ട്രോയ് ചെയ്യുന്ന ജോലിയും വെസ്റ്റ് വിൻഡ് ചെയ്യുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ പിന്നെയുള്ള സ്റ്റാൻസയിൽ പറയുന്നത്, ഒരു ഇയറിൻ്റെ അവസാനം എന്നുള്ള നിലയ്ക്ക് ഈ വെസ്റ്റ് വിൻഡ് ഒരു ഇയറിൻ്റെ അവസാനം എന്നുള്ള നിലയ്ക്ക് ഒരു ഡെത്തിൻ്റെ ചാരിയറ്റിൽ വരുന്ന ഒരു വ്യക്തിയെ പോലെയാണ്. അതായത് ഒരു ഇയർ മരിക്കുന്നു, അപ്പോഴാണല്ലോ ഒരു നെക്സ്റ്റ് ഇയർ തുടങ്ങുന്നത്. ആ ഒരു അർത്ഥത്തിൽ അങ്ങനെയും കവി ഇവിടെ വെസ്റ്റ് വിൻഡിനെ ചിന്തിക്കുകയാണ്, വെസ്റ്റ് വിൻഡിനെ കുറിച്ച് ഭാവനയിൽ കാണുകയാണ്. അടുത്ത് വീണ്ടും അദ്ദേഹം പറയുന്നു, ഉറങ്ങിക്കിടക്കുന്ന മെഡിറ്ററേനിയൻ സീയെ ഉണർത്തുന്ന ജോലി എപ്പോഴും വെസ്റ്റ് വിൻഡിനുള്ളതാണ്. വെസ്റ്റ് വിൻഡിൻ്റെ വരവോടുകൂടിയാണ് സമുദ്രം ഉണരുന്നത് എന്ന് പറയുന്നു. അതുപോലെ അറ്റ്ലാന്റിക് ഓഷ്യൻ രണ്ടായി പിളർക്കുന്നു. വെസ്റ്റ് വിൻഡിൻ്റെ ആ ഒരു വരവ് അറിയുമ്പോൾ തന്നെ അറ്റ്ലാന്റിക് സമുദ്രം രണ്ടായി പിളർന്നു മാറുന്നു. ഇത് കവിയുടെ ഒരു ഭാവന മാത്രമാണ്. അത്രയും ശക്തമാണ്
വെസ്റ്റ് വിൻഡ് എന്നാണ് അദ്ദേഹം ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതൊക്കെ പറയുന്നത് വഴി അദ്ദേഹം ആഗ്രഹിക്കുന്നത് വെസ്റ്റ് വിൻഡ് എന്ന് പറയുന്നത് അത്രയേറെ പ്രസക്തിയേറിയ, അത്രയേറെ ആവശ്യമായ ഒരു കാര്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ പിന്നെ അദ്ദേഹം റിക്വസ്റ്റ് ചെയ്യുകയാണ് വെസ്റ്റ് വിൻഡിനോട് തൻ്റെ ഐഡിയോളജി, തൻ്റെ ഭാവനകൾ അല്ലെങ്കിൽ തൻ്റെ സങ്കല്പങ്ങൾ, തൻ്റെ ആശയങ്ങൾ ഒക്കെ ഈ അദ്ദേഹം ജീവിച്ചിരുന്ന ആ പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അത് വെസ്റ്റ് വിൻഡിന് മാത്രമേ കഴിയൂ. അതുകൊണ്ട് വെസ്റ്റ് വിൻഡിനോട് പറയുകയാണ്, എൻ്റെ എല്ലാ ആശയങ്ങളും, എൻ്റെ ഐഡിയോളജി എല്ലാം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വെസ്റ്റ് വിൻഡ് കൊണ്ടുപോകണം എന്നൊരു റിക്വസ്റ്റ് വയ്ക്കുകയാണ് വെസ്റ്റ് വിൻഡിനോട്. അതുപോലെ അദ്ദേഹം പറയുന്നു, ഈ കവിതയുടെ ലാസ്റ്റിൽ അദ്ദേഹം പുനർജന്മത്തിനെ കുറിച്ച് വരെ ചിന്തിക്കുകയാണ്. അതായത് അദ്ദേഹം പറയുന്നു, എൻ്റെ കുട്ടിക്കാലം അല്ലെങ്കിൽ എൻ്റെ യൗവനകാലം എന്നല്ല, ബാല്യകാലം, ആ ഒരു കൗമാരകാലമൊക്കെ ഞാൻ ആരും നിയന്ത്രിക്കാൻ ഇല്ലാത്ത, അതായത് ഒരു നിയന്ത്രണവുമില്ലാത്ത ഒരു ജീവിതമായിരുന്നു എൻ്റേത്. പക്ഷേ ഈ ലൈഫിൻ്റെ ഈ സ്റ്റേജിൽ ഞാനൊരു നിയന്ത്രണം ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ നിയന്ത്രണം വെസ്റ്റ് വിൻഡിന് തരാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ നിയന്ത്രണം വെസ്റ്റ് വിൻഡ് ഏറ്റെടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അല്ലേ, ജീവിതത്തിൽ നമ്മളും അങ്ങനെയൊക്കെയാണ്. നമ്മളും ഈ പറഞ്ഞത് അതുപോലെ പോയിട്ട് പറയുന്നു, ഈ ജീവിതത്തിൽ ഞാൻ ഇനിയും ഒരു പുനർജന്മം, ഒരു ന്യൂ ലൈഫ് അത് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ കവിത അവസാനിക്കുന്നത് ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ്. ഇഫ് വിൻ്റർ കംസ് ക്യാൻ സ്പ്രിംഗ് ബി ഫാർ ബിഹൈൻഡ്, അദ്ദേഹം ചോദിക്കുകയാണ്. അതായത് മഴക്കാലം, ഇഫ് വിൻ്റർ കംസ്, അതായത് ശൈത്യകാലത്തിന് വരാൻ കഴിയുമെങ്കിൽ വസന്തകാലത്തിന് വരാതിരിക്കാനാകുമോ എന്നാണ്. എല്ലാവരുടെ ജീവിതത്തിലും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവുമല്ലേ. കവി പറഞ്ഞത് എത്ര മഹത്തായ ഒരു ആശയമാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും താഴ്ചകളും അതിനോടൊപ്പം തന്നെ ഉയർച്ചകളും ഉണ്ടായിരിക്കും. അപ്സ് ആൻഡ് ഡൗൺസ് നിറഞ്ഞതാണ് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം. ദുഃഖം വന്നാൽ അതിൻ്റെ പിറകിൽ ഒരു സുഖവും, സുഖം വന്നാൽ അതിൻ്റെ പിറകിൽ ഒരു ദുഃഖവും എവിടെയെങ്കിലും മനുഷ്യനെ കാത്തിരിക്കുന്നുണ്ടാവും. പക്ഷേ പ്രത്യാശയാണ് ഓരോ മനുഷ്യനെയും മുന്നോട്ട് നയിക്കുന്നത്, അല്ലേ. പലപ്പോഴും നമ്മളൊക്കെ അയ്യോ ഇത്രയൊക്കെ നമ്മൾ ആഗ്രഹിക്കേണ്ടായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് ഒരു ആഗ്രഹം ആഗ്രഹിച്ചത് നടക്കാതെ വരുമ്പോൾ നമ്മൾ വളരെയധികം ഡെസ്പായി പോയി. പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ വഴി മുട്ടി നിൽക്കുന്ന സിറ്റുവേഷൻസ് നമ്മുടെ ജീവിതത്തിൽ, ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ആഗ്രഹിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കവിത പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് പോലെ, അതായത് ഒരു വിൻ്റർ കാലത്തിനപ്പുറം, ഒരു ശൈത്യകാലത്തിനപ്പുറം നമ്മളെ കാത്തൊരു വസന്തകാലം ഉണ്ട് എന്നുള്ള ചിന്തയാണ് ഓരോ മനുഷ്യനെയും നാളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അല്ലാതെ എപ്പോഴും ശുഭപരമായ ഒരു ചിന്ത, ശുഭാപ്തി വിശ്വാസം, അതുതന്നെയാണ് നമ്മൾ ഓരോ മനുഷ്യരെയും മുന്നിലേക്ക് നയിക്കുന്നതല്ലേ. ഇന്നത്തെ ദിവസം മോശമാണെങ്കിൽ നാളെ നല്ലൊരു ദിവസമുണ്ടാകും എന്നുള്ള ചിന്ത തന്നെയാണ് നമ്മൾ ഓരോരുത്തരെയും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതും എല്ലാം. അപ്പോൾ ശ്രേഷ്ഠമായ ജീവിതം നമ്മൾ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ജീവിക്കുക. എന്തൊക്കെ പ്രതിസന്ധി വന്നാലും അതൊക്കെ തരണം ചെയ്യാനുള്ള ശക്തിയും ധൈര്യവും നമ്മളിൽ ഓരോരുത്തരിലും ഭഗവാൻ നിറയ്ക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വ്ളോഗ് ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗിലൂടെ വീണ്ടും കാണാം കേട്ടോ.